ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ ട്രംപിന്റെ പല നയങ്ങളും തലവേദനയാകുന്നുണ്ട്. തോന്നിയതുപോലെ പല രാജ്യങ്ങൾക്ക് മേലും അധിക തീരുവ ചുമത്തുന്ന ട്രംപിനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കടുത്ത രീതിയിലാണ് വിമർശിക്കുന്നത്. എന്നാലും ട്രംപ് തന്റെ തീരുമാനം മാറ്റുന്നില്ല. ഇപ്പോഴിതാ US പുതിയതായി ഏർപ്പെടുത്തിയ നികുതികളിൽ മിക്കതും നിയമവിരുദ്ധമാണ് എന്ന് ഫെഡറൽ അപ്പീൽ കോടതി വിധി വന്നതിന് പിന്നാലെ രോഷാകുലനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ഏർപ്പെടുത്തിയ താരിഫുകൾ ഇല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. നികുതികളും അതിലൂടെ നമ്മൾ ഇതിനകം സമാഹരിച്ച ട്രില്യൺ കണക്കിന് ഡോളറുകളും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്നാണ് ട്രംപ് പറയുന്നത്. നമ്മുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചു നീക്കപ്പെടും. ട്രംപ് ട്രൂത്ത് സോഷ്യലിലാണ് ഇത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തത്. കോടതിയുടെ 7 മുതൽ 4 വരെയുള്ള തീരുമാനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച ട്രംപ് പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരെയും തീവ്ര ഇടതുപക്ഷ സംഘമെന്നാണ് വിശേഷിപ്പിച്ചത്. അതേസമയം ഈ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒബാമ നിയമിച്ച ജഡ്ജിയെ പ്രശംസിക്കാനും ട്രംപ് മടിച്ചില്ല. അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് നന്ദി പറഞ്ഞ ട്രംപ് അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നും പറഞ്ഞു. മിക്കവാറും എല്ലാ ഇറക്കുമതികളിലും വ്യാപകവും അനിശ്ചിതവുമായ നികുതികൾ ഏർപ്പെടുത്താൻ ട്രംപിന് അധികാരമില്ല എന്നാണ് ഫെഡറൽ സർക്യൂട്ടിനായുള്ള US അപ്പീൽ കോടതി വെള്ളിയാഴ്ച വിധിച്ചത്. കോടതി നികുതികൾ റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കാലയളവിൽ ഒക്ടോബർ 14 വരെ നികുതികൾ നിലനിർത്താൻ അനുവാദവും ട്രംപിന് കോടതി നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ വ്യാപാര നയത്തിൽ നികുതികൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അദ്ദേഹം പുതുതായി ഏർപ്പെടുത്തിയ നികുതികൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി തുടരുന്നതിനാൽ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായ 50% തീരുവ ഇന്ത്യക്ക് മേലും ട്രംപ് ചുമത്തിയിട്ടുണ്ട്. അതേസമയം നികുതികളെ എതിർത്ത ജഡ്ജിമാരെ കറുത്ത കുപ്പായമിട്ട രാഷ്ട്രീയക്കാർ എന്നാണ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ വിശേഷിപ്പിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖയാണ് ജഡ്ജിമാരുടെ വിയോജനക്കുറിപ്പുകൾ നൽകുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും താരിഫുകൾ സ്ഥിരമായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നും നവാരോ പറയുന്നു. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കേസിൽ തോൽക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതാണ് ശരി, അത് അമേരിക്കയുടെ അവസാനമായിരിക്കുമെന്നാണ് നവാരോ പറഞ്ഞത്. അതേസമയം അമേരിക്കയുടെ അധിക തീരുവ വിഷയത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ മുന്നോട്ട് പോവുക തന്നെയാണ് ഇന്ത്യ ചെയ്യുന്നത്. റഷ്യയുമായും ചൈനയുമായും പുതിയ ചില വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അമേരിക്ക പലപ്പോഴും അധിക തീരുവ എന്ന ഭാരം പല രാജ്യങ്ങളുടെ തലയിലും ചുമത്തി രാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അത് പിഴച്ചുപോയി. മറ്റു പല രാജ്യങ്ങളും അതിന് വഴങ്ങിയെങ്കിലും ഇന്ത്യ അത് വകവെക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ട്രംപിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുമുണ്ട്.